ഏറ്റവും ഊർജ്ജസ്വലനായ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, ഈ നാടിന്റെ കോൺഗ്രസിന്റെ നായകൻ പ്രിയങ്കരനായ നമ്മുടെ KPCCയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ MP, ഈ നാടിന്റെ ജനനായകൻ മുൻ KPCCയുടെ അധ്യക്ഷൻ ശ്രീ കെ മുരളീധരൻ MP, കോഴിക്കോടിന്റെ അഭിമാനമായ കോൺഗ്രസിന്റെ അഭിമാനമായ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി കൂടിയായ ശ്രീ MK രാഘവൻ MP, ശ്രീ പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെ വേദിയിലും സദസ്സിലുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. മഹായുദ്ധത്തിന് പുറപ്പെടുമ്പോൾ സൈനിക വിന്യാസം കൃത്യമായിരിക്കണം. ഈ യുദ്ധം നമുക്ക് ജയിക്കണം, ജയിച്ചേ മതിയാവും. നമുക്ക് ആത്മവിശ്വാസമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഈ യുദ്ധം വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഈ രാജ്യത്തിന്റെ മണ്ണിൽ വർഗീയതയെയും ഫാസിസത്തെയും നമ്മൾ കുഴിച്ചു മൂടും. കേരളം ഭരിക്കുന്ന ഈ ധിക്കാരികൾക്ക് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ താക്കീതും നൽകും. അതിനുവേണ്ടിയിട്ടുള്ള ജനരോഷമാണെന്നുയരുന്നത്. ജനങ്ങളുടെ മനസ്സിൽ തീയാണ്. ആ അഗ്നിയാണ് സമരാഗ്നിയായി മാറി നമ്മൾ ഈ ജനകീയ പ്രക്ഷോഭ ജാഥയുമായി നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലേക്കും പോകുന്നത്. ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി ജനകീയ ചർച്ചാ സദസ്സുകളിൽ ഇരുന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു, പൗരപ്രമുഖന്മാരല്ല വന്നത്, പ്രമാണിമാരല്ല വന്നത്, വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു ചായയും ബിസ്ക്കറ്റുമാണ് ഞങ്ങൾ കൊടുത്തത്. വന്നത് പാവങ്ങളാണ്, കർഷകർ, വന്യജീവി ആക്രമണത്തിൽ കേഴുന്നവർ, എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില നശിച്ച് ജീവിക്കാൻ ഗതിയില്ലാത്തവർ, വീട് ജപ്തി ചെയ്തവർ, കിടപ്പാടങ്ങൾ ജപ്തി ചെയ്തവർ, കൃഷിയിടങ്ങൾ ജപ്തി ചെയ്തവർ, പെൻഷൻ കിട്ടാത്ത പാവങ്ങൾ, 6 മാസമായി പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ലാത്ത പാവങ്ങൾ, ഈ രാജ്യത്തെ, ഈ നാട്ടിലെ സങ്കടങ്ങളുടെ കെട്ടായിരുന്നു, നിലവിളികളായിരുന്നു, വിതുമ്പലുകളായിരുന്നു. സത്യത്തിൽ മനസ്സ് വല്ലാതെ വേദനിച്ചു. അതാണ് ഇന്നത്തെ കേരളം. നമ്മൾ അറിയണം, തിരിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തിയ ദുരിതപൂർണമായ പ്രവർത്തനങ്ങളുടെ ഇരകളായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാറിയിരിക്കുക. രാജ്യത്ത് വർഗീയത ഉണ്ടാക്കാൻ, മതരാഷ്ട്രമുണ്ടാക്കാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തിനൊരു മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ സ്വാതന്ത്ര്യ സേനാനികൾ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും. ആകാശത്ത് നിന്ന് പൊട്ടിവീണ വാക്കുകളല്ല. ഇന്നവരെ മതവും ജാതിയും ഭരണഘടനാ വിരുദ്ധതയും ഉച്ചനീചത്വവും വെറുപ്പുമായി കൂട്ടിക്കുഴച്ച് നമുക്കിടയിൽ മതിലുകൾ പണിയാൻ അവർ ശ്രമിക്കുന്നു. ആ മതിലാണ് നമ്മൾ ഇടിച്ചു തകർക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. ആ മതിൽ നമുക്ക് ചുറ്റും, നമുക്കിടയിൽ അവര് പണിയാൻ ശ്രമിക്കുന്ന മതിലുകൾ വിദ്വേഷത്തിന്റെ പ്രചരണം നടത്തി, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർ. അവരിപ്പോൾ മതമാണ് പ്രധാനം, രാമനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് വോട്ട് കിട്ടാൻ. ഞാൻ പറഞ്ഞു, നമ്മുടെ രാമൻ എവിടെയാ? ഒരു മനുഷ്യനില്ലേ ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരാൾ, മഹാത്മാവ് ഹേ റാം എന്നുള്ള കൂടി നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് പിടഞ്ഞു വീണ് ഗാന്ധി മരിച്ച ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിലാണ് കണ്ണിൽ ചോരയുമായി നമ്മുടെ രാമൻ നിൽക്കുന്നത്, അല്ലേ? അവിടെയാണ് നമ്മുടെ രാമൻ നിൽക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് നമുക്കൊരു കടപ്പാടുണ്ട്. ജീവൻ ബലിയർപ്പിച്ചവർ, മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ഹോമിച്ചവർ, അവരുടെ മണ്ണിൽ വർഗീയത അഴിഞ്ഞാടാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുക്കേണ്ടത് ആരാണ്? നമ്മളാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ അത് ആര് പറയും? നിങ്ങളല്ലെങ്കിൽ, നമ്മളല്ലെങ്കിൽ അതാര് പറയും? ഇത് ചരിത്രം
നമ്മുടെ ചുമലുകളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ്. വർഗീയതയെ കോൺഗ്രസ് എത്ര വലിയ പ്രശ്നമുണ്ടായാലും ഈ മണ്ണിൽ കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അവിടെ അണ്ണനാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ തമ്പിയാണ് ഭരിക്കുന്നത്. അണ്ണനും തമ്പിയും തമ്മിൽ സ്നേഹബന്ധത്തിലാണ്. ഞങ്ങളോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയതിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു പ്ലീസ്, പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയതിൽ ഒരു തെറ്റുമില്ല. യാത്രയേക്കാൻ മുഖ്യമന്ത്രി പോയതിലും ഒരു തെറ്റുമില്ല. പക്ഷെ ആ നിപ്പുണ്ടല്ലോ, ആ പ്രധാനമന്ത്രിയുടെ മുമ്പിലുള്ള ഒരു നിപ്പ്, ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷ്വലിൽ എവിടെയെങ്കിലും പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിപ്പ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു നിപ്പ്. ആ നിപ്പിലുണ്ട് എല്ലാം. കാല് പിടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. സഹായിക്കണമെന്നുള്ള അണ്ണനോടുള്ള അഭ്യർത്ഥനയാണ്. എന്നെ 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 ഉപദ്രവിക്കരുത്, എന്നെ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടുള്ള നിപ്പ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ പത്രം നിങ്ങൾ പോയി ഒന്നും കൂടി എടുത്ത് ആ പടം ഒന്ന് നോക്ക്. ഇതുപോലത്തെ ഒരു നിപ്പ് കാണാൻ പറ്റുമോ? ഇപ്പൊ ഒരു വലിയ പ്രശ്നമുണ്ട്. ഹൈദരാബാദിലെയും കർണാടകത്തിലെയും എല്ലാം IT കമ്പനികളെല്ലാം പേടിച്ചിരിക്കുക. കാരണം എന്താ? കേരളം വലിയ IT കമ്പനികളുടെ കേന്ദ്രമായി മാറാൻ പോവാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അതെന്താ കാര്യം? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയില്ലേ നിയമസഭയിൽ? എന്താ പറഞ്ഞത്? എന്റെ ഭാര്യ LPU സ്കൂൾ ടീച്ചർ റിട്ടയർ കിട്ടിയപ്പോൾ കിട്ടിയ പെൻഷൻ തുക കൊണ്ടാണ് എന്റെ മകൾ 100 കോടി രൂപയുടെ കമ്പനി തുടങ്ങിയത്. അപ്പൊ IT കമ്പനികളൊക്കെ, കർണാടകത്തിലെ ഹൈദരാബാദിലെ IT കമ്പനികൾ പറയുക, നിങ്ങളുടെ നാട്ടിൽ ഈ കണക്ക് പോയാൽ 1.5 ലക്ഷം പേര് എല്ലാ വർഷവും റിട്ടയർ ചെയ്യുന്നുണ്ട്. റിട്ടയർ ചെയ്യുന്നവരെല്ലാം പെൻഷൻ തുക അവരുടെ മക്കൾക്ക് കൊടുത്ത് അവർ IT കമ്പനി എങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പൂട്ടിപ്പോവില്ലേ? ഇയാൾ എന്താ ആദ്യം പറഞ്ഞത്? ഈ 2 കൈകളും ശുദ്ധമാണ്, മടിയിൽ കനമില്ല, അന്വേഷണത്തെ പേടിയില്ല. ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ KSIDCയെ കൊണ്ട് 25 ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്നു. നേരെ മോള് ബാംഗ്ലൂരിലെ ഹൈക്കോടതിയിലേക്ക് പോയി. അപ്പോ കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനവുമുണ്ട്, അന്വേഷണത്തെ പേടിയുണ്ട്. അതാണ് ആ നിപ്പ് നിന്നത്. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്ന് ആ നിപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ അഴിമതിക്കാരെ, ഈ ധിക്കാരികളെ, നമ്മുടെ കുട്ടികളെ തെരുവിലിട്ട് പട്ടിയെ പോലെ തല്ലിയവർക്കെതിരായി, നമ്മുടെ കുട്ടികളെ ജയിലിലടച്ചവർക്ക് എതിരായി, പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും നമ്മുടെ കുട്ടികളെ ക്രൂരമായി ആക്രമിച്ച ഈ ധിക്കാരികൾക്ക് മറുപടി കൊടുക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് നിങ്ങൾ ഓർത്തോ. കേരളത്തിൽ ഒരു സീറ്റിലും ഈ ധിക്കാരികളെ ജയിപ്പിക്കരുത്. അവർക്കത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആവും. ഇപ്പൊ BJP പേടിപ്പിക്കുകയാണ്. സുധാകരേട്ടൻ പറഞ്ഞതുപോലെ ഇടി പേടിപ്പിക്കുകയല്ലേ, അങ്ങോട്ട് പോവില്ല. പേടിപ്പിച്ചിട്ട് വല്ല സീറ്റ് കിട്ടുമെന്നാണ് BJP നോക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും സീറ്റ് ഇവരുടെ സഹായത്തിൽ കിട്ടുമെന്നാണ് നോക്കുന്നത്. നമ്മൾ ഈ മുന്നണിയാണ് പരാജയപ്പെടുത്തേണ്ടത്. BJP CPM മുന്നണിയാണ്. സംഘപരിവാറുമായി സന്ധി ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് കമ്മ്യൂണിസ്റ്റാണ്? 2ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്നു ഹിറ്റ്ലർ. ആ കാലത്ത് ജീവിച്ചിരുന്ന അതിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സ്റ്റാലിൻ. ഇപ്പോഴും പിണറായി വിജയൻ ആരാധിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. 2ാം ലോക മഹായുദ്ധത്തിന്റെ കറുത്ത ഏടെന്ന് പറയുന്നത് ഫാസിസ്റ്റും കമ്മ്യൂണിസ്റ്റും തമ്മിൽ സന്ധി ചെയ്ത ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് പറയും. കമ്മ്യൂണിസത്തിനൊരു മടിയില്ല ഫാസിസവുമായി കൈകൊടുക്കാൻ. ചരിത്രത്തിൽ പറഞ്ഞിരുന്നു, നമ്മുടെ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുമ്പോഴും അവര് പറഞ്ഞു, ബ്രിട്ടീഷുകാരിയേക്കാൾ അപകടകാരികളാണ് ഫാസിസ്റ്റുകൾ. നമ്മൾ ജർമ്മനിക്കെതിരായ നിലപാടെടുത്തു, ഫാസിസത്തിനെതിരായ നിലപാട്. റഷ്യയിലെ സ്റ്റാലിൻ ഫാസിസവുമായി കൈകോർത്തു. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരടക്കം സ്റ്റാലിന്റെ പുറകെ പോയി. അപ്പൊ ഇവർക്കൊരു ചരിത്രമുണ്ട്. ഫാസിസവും കമ്മ്യൂണിസവും തമ്മിൽ നന്നായി ചേരും.
ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. ഹിറ്റ്ലർ കൊന്നൊടുക്കിയതിനേക്കാൾ കൂടുതൽ ആളുകളെ സ്റ്റാലിൻ കൊന്നൊടുക്കി. കമ്മ്യൂണിസ്റ്റുകാരും ഫാസിസ്റ്റുകളും എതിരാളികളെ കൊന്നൊടുക്കാൻ, വംശഹത്യ ചെയ്യാൻ, അവരെ ഇല്ലാതാക്കാൻ ചരിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ കേരളത്തിൽ നടക്കുന്നത്. ഫാസിസവും കമ്മ്യൂണിസവും തമ്മിൽ സന്ധി ചെയ്തിരിക്കുന്നു. ദേശീയ പാർട്ടിയൊന്നും പ്രശ്നമല്ല. കഴിഞ്ഞ മാസമാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്, സ്വകാര്യ സർവകലാശാല ഞങ്ങൾ സമ്മതിക്കില്ല. ഈ മാസം കേരളത്തിന്റെ ബജറ്റിൽ പിണറായി വിജയൻ എഴുതി ചേർത്തു സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുമെന്ന്. എന്ത് ദേശീയ പാർട്ടിയാണ്? എന്നിട്ട് പറയാണ്, ഞങ്ങൾ BJPക്കെതിരായി കരുത്തുറ്റ പ്രതിരോധ നിര ഇന്ത്യയിൽ ഉണ്ടാക്കും. എവിടെയാണ് ഇന്ത്യയിൽ? ആകെ തമിഴ്നാട്ടിലാണ് 2 MP ജയിച്ചത്. അവർ രണ്ടുപേരും ജയിച്ചത് രാഹുൽ ഗാന്ധിയുടെ പടം പോസ്റ്ററിൽ വെച്ചിട്ടാണ്. ചോദിച്ചു നോക്ക്. ഞാനവിടെ പോയതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ പ്രചരണം നടത്താൻ. രാഹുൽ ഗാന്ധിയുടെ പടം വലുതാക്കി വെച്ചിട്ടാണ് CPMന്റെ സ്ഥാനാർത്ഥിയുടെ പടം വെച്ചത്. എന്നിട്ടാണ് രണ്ടുപേരും ജയിച്ചത് തമിഴ്നാട്ടിൽ നിന്ന്. എന്നിട്ട് പറയാൻ ഇന്ത്യ മുഴുവൻ വലിയ പ്രതിരോധം തീർക്കുമെന്നാണ്. പ്രതിരോധം അറിയാലോ, ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഒരു BJPക്കാരൻ ജയിച്ചു പോകുന്നതിന് തുല്യമാണ്. സന്ധിയാണ്, അന്തർധാരയാണ്, ബന്ധമാണ്. നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിലെ CPM നേതാക്കൾക്കുള്ളത് കോൺഗ്രസ് വിരുദ്ധത. ഇത് രണ്ടും തമ്മിൽ സന്ധി ചെയ്യുകയാണ്. നമ്മൾ മതേതര കേരളത്തിനോടുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. കേരളം മതേതരമാണ്. ഈ ജാതി കോമരങ്ങളെ ദേശീയ തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുമ്പോൾ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് CPM ആണ്. ഈ ജാതി കോമരങ്ങളെ നിലയ്ക്ക് നിർത്തി മതേതരത്വത്തിന്റെ കൊടിക്കൂറ, ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ ഈ രാജ്യത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി. ഇവര് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരെയും ഒന്നിപ്പിക്കാൻ ആ മനുഷ്യൻ നടക്കുകയാണ്, എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട്. നമ്മൾ അതിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി കോഴിക്കോടും വടകരയും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇന്നു മുതൽ തുടങ്ങണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.